ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ക്യാരറ്റ് പോളയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വൈകുന്നേരം ചായക്കടിക്കായാലും ഇഫ്താറിൻ്റെ സമയത്തായാലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ക്യാരറ്റാണ്, അതുകൊണ്ട് കുറച്ച് ഹെൽത്തിയുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിൽ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2-3 ഏലക്കയുടെ കുരുവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇത് കുറച്ച് സമയം മാറ്റി വെക്കാം. ഇതിലേക്കുള്ള ഫില്ലിങ്സൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ പോൾ ഉണ്ടാക്കുന്ന സെയിം പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ഫില്ലിങ്സൊക്കെ റെഡിയാക്കി എടുക്കുന്നത്. നമ്മൾ എല്ലാം ഈ സെയിം പോട്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കാഷ്യൂനട്ടും കിസ്മിസും ഇതിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള നട്ട്സുകളൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഇട്ടെടുക്കാവുന്നതാണ്. ആൽമണ്ട് ഉണ്ടെങ്കിൽ അതും, പിന്നെ വേറെ ഏതെങ്കിലും നട്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ഇതോടൊപ്പം ചേർക്കാവുന്നതാണ്. കാഷ്യൂനട്ടൊക്കെ ഒന്ന് കളർ മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള അളവിൽ രണ്ടും ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ ഇനി അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി സെയിം പാനിൽ തന്നെ 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് 2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ക്യാരറ്റൊക്കെ ഒന്ന് വെന്ത് വരുന്ന ടൈമിൽ തന്നെ നമ്മൾ 1 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റൊക്കെ ഒന്ന് വെന്ത് വരുന്ന ടൈമിൽ ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ ഇളക്കിയിട്ട് ഒന്ന് യോജിപ്പിച്ചിട്ടെടുക്കണം. ഇനി ഇതെല്ലാം നല്ല രീതിയിലൊന്ന് വെന്ത് വരണം. നല്ല രീതിയിലൊന്ന് വാടി വന്നിട്ടുണ്ട്. ക്യാരറ്റൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആദ്യം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കണം. മുട്ടയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ അത് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇത് നമ്മൾ ആദ്യം വാട്ടി വെച്ചിട്ടുണ്ടായിരുന്ന, ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കാഷ്യൂനട്ടും കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇനി നമുക്ക് പോള റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മിക്സ് ആക്കി വെച്ചത് പോള ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ള പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവിയ ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ മസാലയെല്ലാം നമ്മൾ ക്യാരറ്റിൻ്റെ ഈ ഫില്ലിങ്സ് ഉണ്ടാക്കിയ സെയിം പാനിൽ തന്നെയാണ് ഈ പോള ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂം കിസ്മിസും ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടി കട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് അടുപ്പിൽ വെക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു പാന് താഴെ വെച്ച് ചൂടാക്കിയ ശേഷം അതിന് മുകളിൽ വെക്കാം. ഇനി നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് വല്ല ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് കുത്തി നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. അങ്ങനെ റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ സൈഡും നമ്മളൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം ഇതിൻ്റെ സൈഡൊക്കെ നല്ല രീതിയിലൊന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് വേറൊരു പാനിൽ എണ്ണ തടവിയിട്ട് നമ്മളിത് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഭാഗം ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഞാൻ ഈ സെയിം പാനിൽ തന്നെയാണ് തിരിച്ചിട്ട് കൊടുക്കുന്നത്. ആദ്യം ഒരു പ്ലേറ്റിലേക്ക് മറിച്ച ശേഷം ഈ പാനിലേക്ക് തന്നെ വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. ഇനി ഈ ഭാഗം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ക്യാരറ്റ് പോള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഈവനിങ്ങിനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഹെൽത്തിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും അസ്സലാമു അലൈക്കും.